സമൃദ്ധമായ ജീവൻ എന്ന ഈ സന്ദേശ പരമ്പരയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദാമ്യ പാപത്തിലൂടെ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ തിരികെ ദൈവത്തോട് നിരപ്പിലേക്ക് കൊണ്ടുവരുന്നതിന്, ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്. യേശുക്രിസ്തുവിന് ശേഷം അപ്പോസ്തലന്മാർ ആ യഥാസ്ഥാനത്തിൻ്റെ പ്രവൃത്തിയെ, നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ആ ശുശ്രൂഷ അവരെ തുടരുകയാണ്. നിത്യതയിലേക്ക് നാം ഒരുങ്ങുക, നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് എല്ലാ അപ്പോസ്തലന്മാർക്കും ദൈവവചന ശുശ്രൂഷക്കാർക്കും ദൈവം നൽകിയിട്ടുള്ളത്. എന്നാൽ നാം ആമോസിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അന്ത്യകാലത്ത് ദൈവവചനത്തിനുള്ള വിശപ്പ്, ഫാമിൻ ഉണ്ടാകും എന്ന് നാം വായിക്കുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ ഇപ്രകാരം നിത്യതയിലേക്ക് മനുഷ്യനെ ഒരുക്കുന്ന ദൈവവചനത്തിൻ്റെ ഒരു ഫാമിൻ അല്ലെങ്കിൽ ക്ഷാമം ഈ കാലഘട്ടത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം കേൾക്കുന്ന സന്ദേശങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ഈ ഭൂമിയിൽ എങ്ങനെ കുറച്ചുകൂടെ മെച്ചമായി ജീവിക്കാം, ഈ ഭൂമിയിൽ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ അനുഗ്രഹീതരായി മാറാം, ഈ ഭൂമിയിലെ നമ്മുടെ സന്തോഷം നമുക്ക് എത്രത്തോളം വർദ്ധിപ്പിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ സന്ദേശങ്ങളും ഇന്നത്തെ മനുഷ്യൻ്റെ ചിന്താഗതിയും ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചിന്താഗതിയിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നാം റോമാലേഖനം 2-ാം വാക്യത്തിൽ നാം അപ്രകാരം വായിക്കുന്നു, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമ്മെ തന്നെ ജീവനുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളുടെ മനസ്സിന് ഒരു പുതുക്കം വേണം. നിങ്ങളുടെ മനസ്സിൻ്റെ പുതുക്കത്തിലൂടെയാണ് രൂപാന്തരത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ ആരംഭിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യമുള്ള സത്യങ്ങൾ നാം അധികം കേൾക്കാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ദൈവവചനം ദുർലഭമായിരിക്കുന്ന, യഥാർത്ഥത്തിലുള്ള ദൈവവചനം ദുർലഭമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിനായുള്ള സന്ദേശങ്ങൾ, അപ്രകാരമുള്ള ദൈവവചനങ്ങൾ നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായി നമ്മെ മുമ്പോട്ട് നടത്തേണ്ടിയിരിക്കുന്നു. 15-ാം നൂറ്റാണ്ട് വരെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമിയാണ് ഈ യൂണിവേഴ്സിൻ്റെ കേന്ദ്രം എന്നാണ് ആളുകൾ ചിന്തിച്ചിരുന്നത്. എല്ലാ കണക്കുകൂട്ടലുകളുടെയും അടിസ്ഥാനം ഭൂമിയെ കേന്ദ്രമാക്കിയായിരുന്നു. എന്നാൽ 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന സമയങ്ങളിൽ ആണ് കോപ്പർനിക്കസ്, അദ്ദേഹം ഭൂമിയല്ല സൂര്യനാണ് കേന്ദ്രം എന്ന് അദ്ദേഹം തൻ്റെ കണക്കുകൂട്ടലുകളിലൂടെ കണ്ടെത്തുകയും അദ്ദേഹം അപ്രകാരം പറയുകയും ചെയ്തു. ആളുകൾ അത് വിശ്വസിക്കുവാൻ തയ്യാറായിരുന്നില്ല. അതുവരെ അവർ ചിന്തിച്ചിരുന്നത് ഭൂമിയാണ് കേന്ദ്രം. എല്ലാ കണക്കുകൂട്ടലുകളും അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ആ തത്വത്തിൽ ആശ്രയിച്ചാണ്. കോപ്പർനിക്കസിനെ ആൾക്കാർ വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിലും 16-ാം നൂറ്റാണ്ടിൽ ഗലീലിയോ ടെലസ്കോപ്പ് കണ്ടുപിടിച്ച് ടെലസ്കോപ്പിലൂടെ അദ്ദേഹം വീക്ഷിക്കുകയും അതിനെ തുടർന്ന് കോപ്പർനിക്കസ് പറഞ്ഞത് ശരിയാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഈ 16-ാം നൂറ്റാണ്ടിലാണ് ജിയോസെൻട്രിക് മോഡൽ ആയിരുന്ന, ഭൂമി കേന്ദ്രമായിരുന്ന ആ മോഡൽ മാറി ഹീലിയോസെൻട്രിക് മോഡൽ, സൂര്യൻ കേന്ദ്രമായ ഒരു മോഡലിലേക്ക് മാറിയത്. പ്രകാരം ഒരു മാറ്റം സംഭവിച്ചപ്പോൾ എല്ലാ കണക്കുകൂട്ടലുകളും മാറി. ഇന്നത്തെ ശാസ്ത്രം, ഇന്നത്തെ ഫിസിക്സ്, ഇതൊക്കെ ഈ തത്വങ്ങളെ തുടർന്നാണ് അത് ഫർദറായിട്ട് ഡെവലപ്പ് ചെയ്തത്. നമ്മെ സംബന്ധിച്ചോളം നാം ഇന്നായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കേന്ദ്രമായിരിക്കുന്ന ഒരു ക്രിസ്തീയതയ്ക്കാണ് ഇന്ന് ഊന്നൽ നൽകിയിരിക്കുന്നത്. ഈ ക്രിസ്തീയതയിൽ മനുഷ്യനാണ് കേന്ദ്രം. മനുഷ്യന് ചുറ്റും ദൈവം കറങ്ങുന്നത് പോലെയാണ്. മനുഷ്യൻ്റെ സന്തോഷം, മനുഷ്യന് എനിക്ക് എന്ത് ലഭിക്കും,
എനിക്ക് എങ്ങനെ സന്തോഷം ലഭിക്കും? ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ നാമം, ദൈവത്തിന് പുകഴ്ച ലഭിക്കണം. ദൈവത്തിന് ഞാൻ എന്നെ തന്നെ നൽകണം. ദൈവത്തിന് എനിക്കുള്ളത് നൽകണം. ദൈവത്തിന് ഞാൻ മഹത്വം കരയറ്റണം എന്ന് പറഞ്ഞ് ദൈവത്തെ കേന്ദ്രമാക്കിയുള്ള ജീവിതത്തിന് പകരമായി മനുഷ്യൻ കേന്ദ്രമായി എനിക്കെന്ത് ലഭിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലും ചിന്താഗതിയിലുമാണ് ഇന്ന് മനുഷ്യരും ഇന്നത്തെ ക്രിസ്തീയ സമൂഹവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിന് ഒരു പുതുക്കം, നമ്മുടെ ചിന്താഗതിക്ക്, നമ്മുടെ കാഴ്ചപ്പാടിന് ഒരു മാറ്റം വളരെ അത്യന്താപേക്ഷിതമായി ഇരിക്കുന്നു. മാൻ സെൻറ്റേർഡ് ലൈഫിൽ നിന്നും ഗോഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു. നാം 1 കൊരിന്ത്യർ 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്ക് ഉണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ദൈവവചനം എത്ര വ്യക്തതയോടെയാണ് ഇവിടെ ഈ കാര്യം പറയുന്നത്. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനാണ്. അവനാണ് സകലത്തിനും കാരണഭൂതൻ. നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. അവൻ നമുക്കായിട്ടല്ല. തുടർന്നുള്ള വാക്യം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു: യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. നാം അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലും നാം വായിക്കുന്നു. 16ഉം 17ഉം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ക്രിസ്തീയ ജീവിതം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തിന് എന്ത് നൽകുവാൻ കഴിയും, ദൈവത്തിൻ്റെ മഹത്വത്തെ ആസ്പദമാക്കിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം, ആ തരത്തിലുള്ളൊരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം വരേണ്ടിയിരിക്കുന്നു. നാം റോമാലേഖനം നാം പഠിക്കുമ്പോൾ ആ റോമാലേഖനത്തിൽ ഏകദേശം 40 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് മൂലഭാഷയിൽ കുറിയോസ് എന്ന് നമ്മുടെ മലയാളത്തിൽ കർത്താവ് എന്ന് പറയുന്ന പ്രയോഗം. കർത്താവ്, കർത്താവ്, അത് ഏകദേശം 40 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. അവൻ എൻ്റെ കർത്താവാണ്. പൗലോസ് പറയുന്നു, അവിടുന്ന് എൻ്റെ കർത്താവാണ്, അവൻ എൻ്റെ കർത്താവാണ്. അതോട് ചേർന്ന് പൗലോസ് പറയുന്നു, ഞാൻ അവൻ്റെ ദാസനാണ്, ഞാൻ അവൻ്റെ അടിമയാണ്. കുറിയോസ് എന്നാണ് കർത്താവ്, കുറിയോസ്. അതിന് ഓപ്പോസിറ്റായിട്ട് ദാസൻ, ഡൂലോസ്, ഡൂലോസ്. പൗലോസ് പറയുന്നു, അവിടുന്നാണ് കർത്താവ്, ഞാൻ ദാസനാണ്. എന്നാൽ ഇന്നത്തെ നാം കാണുന്ന ക്രിസ്തീയതയിൽ ഇന്ന് മനുഷ്യൻ കർത്താവായി ഇരിക്കുകയും മനുഷ്യൻ്റെ ആവശ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി ദൈവത്തെ ദാസനായി, എൻ്റെ ഈ കാര്യം നടക്കണം, എൻ്റെ മകൻ്റെ ജോലി, എൻ്റെ മകൻ്റെ വിസ, എൻ്റെ മകളുടെ കല്യാണം, എൻ്റെ രോഗം, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എൻ്റെ പരിഹാരം, ദൈവമേ ഈ കാര്യം അങ്ങ് ചെയ്തു തരണം. അപ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിനായി മനുഷ്യന് ചുറ്റും കറങ്ങുന്ന ഒരു ദൈവത്തെയാണ് ഇന്നത്തെ ക്രിസ്തീയത പ്രൊക്ലെയിം ചെയ്യുന്നത്. നിത്യതയിലെ സന്തോഷത്തിന് പകരം ഭൂമിയിലെ സന്തോഷത്തിനാണ് ഇന്ന് ഊന്നൽ നൽകുന്നത്. നിത്യതയ്ക്കായി മനുഷ്യനെ ഒരുക്കുന്നതിന് പകരം ഭൂമിയിൽ നാം എപ്രകാരം സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നതിനാണ് ഊന്നൽ നൽകുന്നത്. നാം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സുഖദുഃഖ സമ്മിശ്രമായ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെയൊക്കെ ലോകത്തിലുള്ള എല്ലാവരും അതുപോലെ ദൈവമക്കളും കടന്നു പോകുന്നു. എന്നാൽ ഈ കടന്നു പോകുന്ന സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ദൈവം അവിടെയും മനുഷ്യനെ നോക്കുകയാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദൈവം ആദാമിനോട്
പറഞ്ഞതുപോലെ നീ സകലത്തിൻ്റെ മേലും വാഴും, സകലത്തിൻ്റെ മേലും വാഴുന്നവനായി, ജയാളിയായി തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, തൻ്റെ കഷ്ടങ്ങളാകട്ടെ, തൻ്റെ പ്രയാസങ്ങളാകട്ടെ, തൻ്റെ ബുദ്ധിമുട്ടുകളാകട്ടെ, അവിടെ പരാതിയില്ലാതെ, പിറുപിറുപ്പില്ലാതെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കായിട്ട് എല്ലാറ്റിൻ്റെ മേലും എല്ലാ സാഹചര്യങ്ങളുടെ മേലും വാഴുന്ന ഒരു മനുഷ്യൻ, അപ്രകാരമുള്ള ഒരു സഹോദരൻ, അപ്രകാരമുള്ള ഒരു സഹോദരി, അപ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം, ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം വിഭാവനം ചെയ്തത്. നാം കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ ചിന്തിക്കണം, ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ അന്വേഷണവും ഉയരത്തിലുള്ളതായിരിക്കണം, ഭൂമിയിലുള്ളതല്ല. നിങ്ങൾക്ക് തെറ്റുപറ്റരുത് എന്നുള്ളതുകൊണ്ട് അവിടെ അപ്പോസ്തലൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കുവിൻ. എന്നാൽ അതിന് പകരം വീണ്ടും നാം ഭൂമിയിലുള്ളത് ചിന്തിക്കുക, ഭൂമിയിലുള്ളത് സ്വപ്നം കാണുക, ഭൂമിയിലുള്ളത് സ്വായത്തമാക്കുവാനായിട്ട് നാം ഭൂമിയിലുള്ളത് തന്നെ ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുക എന്ന് പറഞ്ഞ് മനുഷ്യനെ തിരിച്ച് വീണ്ടും മനുഷ്യനിൽ കേന്ദ്രീകൃതമായ ഈ ഭൂമിയിൽ എപ്രകാരം സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നുള്ള ഒരു ജീവിതത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ്, കാലഘട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഒരു രോഗമുണ്ട് എന്ന് ചിന്തിക്കുക, ഒരു ഗൗരവമായ രോഗം. ഈ ഗൗരവമായ രോഗം നിത്യതയിൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നതിന് എനിക്കത് തടസ്സമാണോ? എനിക്കോ നിങ്ങൾക്കോ ഉള്ള ഏതെങ്കിലും രോഗം, അത് ഈ ഒരു ക്യാൻസർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗമായിക്കൊള്ളട്ടെ, ആ രോഗം ദൈവസന്നിധിയിൽ ഞാൻ ദൈവത്തോടടുത്ത് നിത്യതയിൽ ദൈവത്തോടടുത്തുള്ള ഒരു വാസത്തിന് എനിക്കതൊരിക്കലും തടസ്സമല്ല. എന്നാൽ എൻ്റെ ദൈവസന്നിധിയിലുള്ള പ്രവേശനത്തിനും ദൈവസന്നിധിയിൽ ഞാൻ ചെല്ലുമ്പോൾ, നിത്യതയിൽ ഞാൻ ചെല്ലുമ്പോൾ ദൈവത്തോടുള്ള അടുത്തുള്ള സഹവാസത്തിനും എനിക്ക് തടസ്സമായി നിൽക്കുന്നത്, നമുക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? നമ്മുടെ പാപമാണ്. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായിട്ട്, വളരെ വ്യക്തമായി ആ ഭാഗത്ത് യേശു ക്രിസ്തു തൻ്റെ പർവ്വത പ്രസംഗത്തിൽ പറയുന്ന ചില വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. അവിടെ കോപത്തെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് 22-23 വാക്യങ്ങളിൽ 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു. 21-ാം വാക്യത്തിൽ തുടർന്ന് പറയുകയാണ്, കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ശേഷം യേശുക്രിസ്തു പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാക്കും. എൻ്റെ കോപം എന്നെ അഗ്നി നരകത്തിന് യോഗ്യനാക്കും എന്ന് യേശുക്രിസ്തു പറഞ്ഞ ദൈവവചനം പറയുന്നു. നിങ്ങളുടെ കോപം നിങ്ങളെ അഗ്നി നരകത്തിന് യോഗ്യനാക്കുവാൻ കഴിവുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ 23-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക. സഹോദരനോടുള്ള എൻ്റെ കോപം, എൻ്റെ മനോഭാവം, അത് ദൈവസന്നിധിയിലുള്ള എൻ്റെ പ്രവേശനത്തിന് തടസ്സമാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. നമ്മൾ 25-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നത്, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും എന്ന് നാം അവിടെ വായിക്കുന്നു. അതുപോലെ 27-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 28, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലം കണ്ട് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക. നിൻ്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിൻ്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. എൻ്റെ മോഹം എന്നെ നരകത്തിൽ കൊണ്ടെത്തിക്കുവാൻ പര്യാപ്തമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് സത്യസന്ധമായി നാം നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പാപങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം. കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ഈ പാപങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ദൈവമക്കളായി
യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ടാണ് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം അപ്രകാരം ആരംഭിച്ചു എങ്കിലും നമുക്ക് ഒരു ജഡം നമുക്കുണ്ട്, ആ ഫ്ലെഷ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും പാപത്താൽ പ്രലോഭിക്കപ്പെടുവാനുള്ള സാധ്യത നമുക്കുണ്ട്. പാപത്താൽ പ്രലോഭിക്കപ്പെടുമ്പോൾ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹചര്യങ്ങളിൽ നാം പാപം ചെയ്യുവാനുള്ള സാധ്യത പലപ്പോഴുമുണ്ട്. അപ്പോൾ പാപത്തെ നാം വളരെ ഗൗരവമായിട്ട് എടുക്കണം എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. നാം തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനി ആയ ശേഷം, ഒരുപക്ഷെ ഒരു ക്രിസ്തീയ ശുശ്രൂഷകനായ ശേഷം, ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ശേഷം, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ചിന്താഗതികളിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ വന്ന പാപങ്ങളെ ഗൗരവമായി എടുത്ത് അവിടെ അനുതാപത്തിലൂടെയും നുറുക്കത്തിലൂടെയും ദൈവസന്നിധിയിൽ അവൻ്റെ രക്തത്താൽ തുടർമാനമായി മാനസാന്തരത്തിൽ ജീവിച്ച് അവിടുത്തെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നാം നിത്യതയിലേക്ക് ഒരുങ്ങണം, നിത്യതയിൽ ഉള്ള കർത്താവിനോട് അടുത്തുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഒരുങ്ങണം എന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. എന്നാൽ പലപ്പോഴും ഈ കാര്യങ്ങൾ നാം ഗൗരവമായി എടുക്കുന്നതിന് പകരം നാം ഇന്ന് മറ്റ് ഭൂമിയിൽ സന്തോഷത്തോടു കൂടെ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ള കാര്യങ്ങളെ മാത്രം ഇന്ന് ഊന്നൽ നൽകുന്ന ഒരു ക്രിസ്തീയതയിലേക്ക് നമ്മുടെ ക്രിസ്തീയ സമൂഹം വഴുതി പോയിരിക്കുകയാണ്. നാം അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ആ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ 28-24 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ അവിടെ 10,000 താലന്ത് കടംപെട്ട ഒരുത്തൻ അവൻ്റെ 10,000 താലന്ത് അവന് ക്ഷമിച്ചു കിട്ടി. കോടികൾ അവന് ക്ഷമിച്ചു കിട്ടി. ആ കോടികൾ ക്ഷമിച്ചു കിട്ടിയ വ്യക്തി അവൻ ചെന്ന് തൻ്റെ 100 വെള്ളിക്കാശ്, ഒരു ഏകദേശം 1000 രൂപയ്ക്കടുത്ത ഒരു എമൗണ്ട്, ഒരു 100 വെള്ളിക്കാശ് തനിക്ക് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി നിൻ്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചിട്ടും അവനെ ക്ഷമിക്കാതെ കടം വീട്ടുവോളം തടവിലാക്കി വെച്ചു. 35-ാം വാക്യത്തിൽ തുടർന്ന് പറയുന്നു, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല, നിങ്ങളെയും തടവിലാക്കും, നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും. 34-ാം വാക്യം, യജമാനൻ കോപിച്ചു, അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ നിങ്ങളോട് ചെയ്യും. നമ്മെ സംബന്ധിച്ചോളം നാം ദൈവത്തിങ്കിലേക്ക്, ദൈവവചനത്തിങ്കിലേക്ക്, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. നാം മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം. തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം. യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. നാം ഈ നാളുകളിൽ നമുക്ക് ഭൂമി കേന്ദ്രമായിരുന്ന ജിയോസെൻട്രിക് മോഡലിൽ നിന്ന് ഹീലിയോസെൻട്രിക് മോഡലിലേക്ക് വന്നതുപോലെ മനുഷ്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിൽ നിന്നും ദൈവത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം കുറവുകളുണ്ട്. ഈ കുറവുകളുമായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് എൻ്റെ ഹൃദയത്തെയും നിലവുകളെയും അറിയുന്ന ദൈവമേ, ഞാൻ ഇതുവരെ എൻ്റെ സ്വന്തം ജീവിതത്തെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ഹൃദയത്തിലെ പാപങ്ങളെ ഞാൻ ഗൗരവമായി എടുത്തില്ല. ദൈവമേ, എന്നെ വരുന്ന ദിവസങ്ങളിൽ അങ്ങ് എന്നെ സഹായിക്കണം. എൻ്റെ ഹൃദയത്തിലെ പാപങ്ങളെ ഗൗരവമായി എടുത്ത് അങ്ങയുടെ അടുക്കിലേക്ക് നാം എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ള ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ആ ദൈവത്തിൻ്റെ വചനം നമ്മെ ശോധന ചെയ്ത്
എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന് 12-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെ, ഭാവങ്ങളെ വിവേചിക്കുന്ന ദൈവത്തിൻ്റെ ആ വചനത്തിങ്കിലേക്ക്, എൻ്റെ പാതയ്ക്ക്, എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായി എനിക്കിന്ന് വെളിച്ചം തരുവാൻ, എന്നെ മുമ്പോട്ട് നയിക്കുവാൻ കഴിയുന്ന ആ ദൈവവചനത്തിങ്കിലേക്ക്, എൻ്റെ ഹൃദയത്തിലെ ഇരുട്ടിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ദൈവവചനത്തിങ്കിലേക്ക്, എനിക്ക് ഈ ഭൂമിയിൽ എന്ത് നേട്ടം കൈവരിക്കുവാൻ കഴിയും എന്നുള്ള ദൈവവചനമല്ല, എൻ്റെ ഹൃദയത്തിലെ പാപങ്ങളെ എനിക്ക് കാണണം, എൻ്റെ ഹൃദയത്തിലെ ഇരുൾ നീങ്ങി അവിടെ വെളിച്ചം വരണം, ദൈവമേ എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു കരച്ചിലോടെ, ആവശ്യബോധത്തോടുകൂടെ ആരൊക്കെ ദൈവസന്നിധിയിലേക്ക് വരുന്നുവോ, സത്യസന്ധമായി ആരൊക്കെ ദൈവസന്നിധിയിലേക്ക് വരുന്നുവോ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ ഈ കഴിഞ്ഞ നാളുകളിലായിരിക്കാം, ഇന്നലെ ആയിരിക്കാം, ഒരുപക്ഷെ ഇന്ന് ചില മണിക്കൂറുകൾക്ക് മുമ്പായിരിക്കാം, ചില മിനിറ്റുകൾക്ക് മുമ്പായിരിക്കാം, എന്നാൽ പോലും തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം സത്യസന്ധതയോടുകൂടെ, ആവശ്യബോധത്തോടുകൂടെ, ദുഃഖത്തോടും അനുതാപത്തോടും കൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു വ്യക്തിയെയും ദൈവം നിരസിക്കുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം രക്താംബരം പോലെ കടുംചുവപ്പായിരുന്ന പാപത്തെയും ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴിയും. എന്നാൽ നാം നമ്മുടെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന് പ്രവാചകൻ പറയുന്നു. നമുക്ക് നമ്മുടെ അകൃത്യങ്ങളെ ദൈവം മുമ്പാകെ സമ്മതിച്ച്, നമ്മുടെ തെറ്റായ ചിന്താഗതിയെ ദൈവം മുമ്പാകെ സമ്മതിച്ച്, ദൈവമേ വരുന്ന നാളുകളിൽ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ, അങ്ങയുടെ ഹൃദയത്തിൻ്റെ താല്പര്യപ്രകാരം എനിക്ക് മുമ്പോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ സഹായിക്കണമേ കർത്താവേ, എന്നെ ശക്തീകരിക്കണമേ കർത്താവേ എന്ന് നാം ദൈവത്തോട് പറയുമെങ്കിൽ ദൈവം തീർച്ചയായും നമ്മെ മുമ്പോട്ട് നടത്തുകയും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന ദൗത്യം നമ്മുടെ ജീവിതത്തിലൂടെ യേശു ക്രിസ്തു നിറവേറ്റുകയും ചെയ്യും. നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനായി യേശു എന്ന് അവന് പേരുണ്ടായി. എന്നെ, നിങ്ങളെ, നാം ഓരോരുത്തരെയും ഇന്ന് ക്രിസ്തീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന നമ്മിൽ പലരും പലപ്പോഴും ഇന്ന് ചില വ്യക്തികൾ ഇപ്രകാരം പറയാറുണ്ട്, ഈ ദൈവവചനം എനിക്ക് പ്രസംഗിക്കാനുള്ളതും നിങ്ങൾക്കനുസരിക്കുവാനുള്ളതും അല്ല, എനിക്കനുസരിക്കുവാനുള്ളത്, നിങ്ങൾക്കനുസരിക്കുവാനുള്ളത്, നമുക്കനുസരിക്കുവാനുള്ളത്. നമുക്ക് ഈ ദൈവവചനം നാം ധ്യാനിക്കണം, നാം കേൾക്കണം. ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നാം അത് പ്രാവർത്തികമാക്കണം. നമുക്ക് കഴിയാതിരിക്കുന്ന സമയത്ത്, ഞാനൊരു പ്രസംഗകനാണെങ്കിലും, ഞാൻ പ്രസംഗം കേൾക്കുന്ന വ്യക്തിയാണെങ്കിലും, ദൈവസന്നിധിയിൽ സത്യസന്ധതയോടുകൂടെ സമ്മതിച്ച്, ദൈവമേ എനിക്ക് തെറ്റിപ്പോയി കർത്താവേ, നിൻ്റെ ദൈവവചനത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഗൗരവമായി എടുത്തില്ല, എൻ്റെ തെറ്റുകൾ ഞാൻ അങ്ങയോട് ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ് അനുതാപ ഹൃദയത്തോടെ ആരൊക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമോ അവരെ ദൈവം സന്ദർശിക്കും. അവരെ ഈ ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് അവരെ ദൈവം നയിക്കും. ദൈവം ആ ജീവിതത്തിലൂടെ സമൃദ്ധമായ ഒരു ജീവനിലേക്ക്, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും നിങ്ങൾക്ക് സമൃദ്ധമായ ജീവനുണ്ടാകുവാനും ആണ് ഞാൻ വന്നത് എന്ന് യേശു ക്രിസ്തു പറയുന്നു. ആ സമൃദ്ധമായ ജീവനിലേക്ക് കർത്താവിന് നമ്മെ നയിക്കുവാനായിട്ട് കഴിയും. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അങ്ങയുടെ വചനത്തിലൂടെ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ അങ്ങ് ഇടപെടുകയും അങ്ങ് സംസാരിക്കുകയും ചെയ്തല്ലോ. ദൈവമേ, അങ്ങയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പലപ്പോഴും എനിക്കെന്ത് ലഭിക്കും എന്നുള്ള എൻ്റെ നേട്ടങ്ങൾക്കായി, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയല്ല ഞാൻ ജീവിച്ചത്. ദൈവമേ, എൻ്റെ ഈ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ. വരുന്ന ദിവസങ്ങളിൽ അങ്ങയുടെ വചനത്തെ പുതുക്കിയ മനസ്സോടെ കർത്താവെ, ഒരു പുതിയ കാഴ്ചപ്പാടോടെ ദൈവവചനത്തെ കാണുവാനും ആ ദൈവവചനം എൻ്റെ ജീവിതത്തിൽ കർത്താവെ പ്രാവർത്തികമാക്കുവാനും എന്നെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾ ആവശ്യബോധത്തോടുകൂടെ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. അങ്ങയുടെ രക്തത്താൽ കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ വാക്കുകളിൽ, ഞങ്ങളുടെ ചിന്തകളിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്ന തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. വരുന്ന ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ഒരു പുതുക്കം നൽകി അങ്ങയുടെ ഹിതപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സമൃദ്ധിയുള്ള ജീവിതത്തിലേക്ക് കർത്താവെ, അങ്ങയുടെ ജീവൻ ഞങ്ങളിൽ നിന്നും ഒഴുകുന്ന ഒരു ജീവിതത്തിലേക്ക്
അങ്ങ് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരുവാനായിട്ട് അങ്ങ് പറഞ്ഞല്ലോ കർത്താവേ. ഞങ്ങൾ ദാഹത്തോടെ ആവശ്യബോധത്തോടെ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ മുൻപോട്ട് നയിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇതുവരെ എന്നെ ശ്രവിച്ച മാന്യ പ്രേക്ഷകർക്ക് നന്ദി. നമുക്ക് തുടർന്ന് അടുത്ത സന്ദേശം വരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമാധാനത്തിൽ കാക്കട്ടെ.